നോക്കിയാൽ കൂലി കിട്ടുന്ന ലോകത്ത് 3 സാധനമാണ്. ഒന്ന് പരിശുദ്ധമായ കഅബ, ഇങ്ങനെ നോക്കിയിരുന്നാൽ കൂലി കിട്ടും. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ കലാം ഖുർആൻ ഇങ്ങനെ മറിച്ചിങ്ങനെ വെറുതെ നോക്കുന്ന വലിയ കൂലിയാ. മറ്റൊന്ന് ഉമ്മയുടെ മുഖത്ത് നോക്കിയാൽ കൂലി എത്രയാണെന്നറിയോ? ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ് എത്രേ. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഇതൻ നുക്തിറു യാ റസൂലല്ലാഹ്, ഒരു ഹജ്ജിന് 7 ലക്ഷം റുപ്യൊക്കെ എന്താ വേണ്ടേ? അപ്പോൾ ഞങ്ങൾ ഉമ്മൻ്റെ മുഖത്ത് നല്ലോണം നോക്കിക്കുമല്ലോ പറഞ്ഞു. അപ്പോൾ അല്ലാണ്ട് ഒരു കുട്ടി നിങ്ങളെ പ്രായത്തിലുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ ഇങ്ങനെ നിസ്കാരത്തിൽ താല്പര്യമില്ല, ഞാൻ കുറേ ഉപദേശിച്ച് എല്ലാം ഉപദേശിച്ചിട്ട് പറഞ്ഞു, ഞാൻ കൈ പിടിക്കുക, നിങ്ങൾ പ്രാർത്ഥന ചെയ്യുക, ഞാൻ പ്രതിജ്ഞ ചെയ്യുക, ഞാൻ നിസ്കാരം ഒഴിവാക്കൂല. അപ്പം ഞാൻ സംശയം ചോദിച്ചോട്ടെ, നിസ്കരിക്കുന്നതിൽ വളരെ കുറഞ്ഞ ആൾക്കാരല്ലോ ലോകത്ത് 800 കോടി ജനങ്ങളില്ലേ, 200 കോടി മുസ്ലിമീങ്ങളല്ലോ, നിസ്കരിക്കുന്ന 1 കോടി ഉണ്ടാവും കൃത്യമായിട്ട്. ഓലെല്ലാവരും കൂടി നരകത്തിൽ കൊള്ളോ ഉസ്താദേ, ഓലെല്ലാവരും കൂടി. അപ്പോൾ നരകം എന്ന് പറഞ്ഞാൽ അമ്മാൻ്റെ മത്തിയിടുന്ന അടുപ്പ് പോലെ എന്നാവും കരുതിയത്. അടുപ്പ് എന്ന് പറഞ്ഞാൽ അതിലാകെ 4 മത്തിയിടുമ്പോൾ 5ാമത്തെ മത്തിക്ക് സ്ഥലം. ഞാൻ ചോദിച്ചു, ഈ 800 കോടി ജനങ്ങൾക്ക് 825 കോടി നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന റബ്ബില്ലേ? ഇവരൊക്കെ സംരക്ഷിക്കുന്ന റബ്ബില്ലേ? ഇവർക്കൊക്കെ ഓക്സിജൻ നൽകുന്ന റബ്ബില്ലേ? ഇവരെല്ലാം സംരക്ഷിക്കുന്ന റബ്ബില്ലേ? ആ റബ്ബിനെ ഇനി ഇവരെല്ലാവരും കൂടി ആക്ഷൻ എടുക്കൽ വലിയ പ്രയാസമാണോ? ഞാനത് ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കും. അപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു, ഇതൻ നുക്തിറു യാ റസൂൽ അല്ലാഹ് എന്ന് പറഞ്ഞു. അള്ളാഹു അക്തർ, അള്ളാഹു നിൻ്റെ ഖജനാവ് നിൻ്റെ മുതലാളിൻ്റെ ഖജനാവ് പോലല്ല. ഇപ്പോൾ ഇവിടെ SSF വലിയ സമ്മിറ്റ് നടത്തിയിട്ടുണ്ട്. എത്ര ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാകും? 1200, 2000, 3000 ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിലാരും 5000 ആൾ കൂടി വന്നാൽ കുടുങ്ങിയ തന്നെ, ആർക്കൊന്നും കാട്ടാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയൂല. എന്നാൽ അങ്ങനല്ല അള്ളാഹുവിൻ്റെ ഖജനാവ്. അള്ളാഹുവിൻ്റെ ഖജനാവ് എന്ന് പറഞ്ഞാൽ അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബില്യനല്ല, ബ്രില്യനല്ല, ട്രില്യനല്ല, ജില്യനല്ല, നമുക്ക് അൺകൗണ്ടബിളായ കോടാനുകോടി ആളുകൾക്കും ഇതെല്ലാം ചെയ്യുന്ന റബ്ബ് അള്ളാഹു അല്ലേ.